അപ്പോൾ നിങ്ങളെപ്പോലെ ഒരുപാട് ബന്ധുക്കളുണ്ട്. നമ്മൾ ഈ ബോർഡിൽ എഴുതിയ ഒരു വാചകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പ്രകൃതിയെ ആദരിക്കുന്ന കുട്ടികൾക്കും അമ്മയച്ഛന്മാർക്കും അയൽക്കാർക്കും അന്യരല്ലാത്തവർക്കും വേണ്ടി ആണ് ഈ പരിപാടി. നിങ്ങളുടെ ഉള്ളിൽ അന്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും. ബന്ധുവായിരുന്നാൽ മതി. പട്ടിയും പൂച്ചയും കാണുമ്പോൾ പട്ടി പട്ടി എന്ന് പറയുന്നതിന് പകരം പട്ടിയെ കാണുമ്പോൾ മോനെ എന്നൊന്ന് വിളിച്ചു നോക്ക്. വിളിക്കണ്ട, മനസ്സിൽ മോനെ എന്നൊന്ന് കരുതി നോക്ക്. അത് വാലുമാട്ടിട്ട് പുറകെ വരും. നമുക്ക് മനസ്സിൽ കരുതുന്ന ആ ഒരു സ്നേഹം പട്ടിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് പട്ടിയുടെ മാത്രം വിശിഷ്ടത കൊണ്ടല്ല, എൻ്റെ ഉള്ളിലുണ്ടാവുന്ന നന്മയുടെ പ്രസരണം കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ നന്മ എങ്ങനെ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ വെളിയിലേക്ക് പോകുമ്പോൾ അല്ലേ? സ്കൂളിൽ പോകുമ്പോഴൊക്കെ പട്ടിയെ കണ്ടിട്ടില്ലേ? പട്ടി കാണുമ്പോൾ പട്ടി എന്നാണോ പറയുക? പട്ടികളെ കാണുമ്പോൾ മോനെ എന്നൊന്ന് വിളിച്ചു നോക്കിയാൽ മതി. അത് ലോകത്തുള്ള ഏത് പട്ടിയും അങ്ങനെ തന്നെയാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ വാലുള്ള പട്ടിയല്ല, വാലില്ലാതെ രണ്ടു കാലിൽ നടക്കുന്ന സർവ്വ പട്ടികളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സ്നേഹം കൊടുത്താൽ സ്നേഹം തന്നിരിക്കും. ചേട്ടൻ മാൻ എന്നുള്ളൊരു സാധനം പിടിച്ചോണ്ടാണല്ലോ നിന്നിരുന്നല്ലേ? ആ മാൻ എന്ന് പറയുന്നത് അവന് ഈ നിങ്ങൾ പുരാണത്തിൽ ഭസ്മാസുരനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഭസ്മാസുരൻ അല്ലേ? ഇരുന്ന് തപസ് ചെയ്തിട്ട് ആരുടെ നേരെ വിരൽ ചൂണ്ടിയാലും അവനെ ഭസ്മീകരിക്കപ്പെടുന്നുള്ള രീതിയിൽ വരം വാങ്ങിച്ചത്രേ. ഇങ്ങനെ ഒരാളുടെ നേരെ ഇങ്ങനെ ചൂണ്ടിയാൽ അയാൾ ഭസ്മാവുന്നു. അപ്പോൾ പുള്ളിക്ക് വരം കിട്ടിയിരുന്ന ഒരു, നമ്മൾ ഈ സംഭവം എന്ത് കിട്ടിയാലും ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ പുള്ളിക്കൊരു സംഭവം ഇത് വർക്ക് ചെയ്യുമോ, ശരിക്കും വർക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ, വരം തന്ന ആരാ, വരം കൊടുത്തതാരാ? ശിവൻ. ശിവേട്ടനാണ് വരം കൊടുത്തത്. അപ്പോൾ ശിവേട്ടനെ വിളിച്ച ഒരു കാര്യം ഇവിടെ വരും, ഞാനൊന്ന് കാണിച്ച് നോക്കട്ടെ, ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ പറഞ്ഞ പുള്ളി കാണിക്കാൻ പോയത്ര. അതിനാണ് ഈ ഭസ്മാസുരൻ്റെ ഒരു പ്രത്യേകത. ഈ പണ്ട് വേറൊരാളുണ്ട് കേട്ടോ, അത് പണ്ടത്തെയാണ്. അതിനുശേഷം പിന്നെ ഈ 2000 കൊല്ലം മുമ്പ് വേറൊരാളുണ്ടായിരുന്നു. മറ്റേയാളെ ഈ ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ തറച്ചു വെച്ചില്ലേ, തറച്ചിട്ട് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ, തറച്ചിട്ട് കുഴിയിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംശയം, യഥാർത്ഥത്തിൽ ഇയാളെ കുരിശി തരച്ചിട്ടുണ്ടോ എന്ന്, ആണി അടിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ സംശയം തീർക്കാൻ, എനിക്ക് ആ സംശയമുണ്ട്, അതൊന്ന് തീർക്കാനായിട്ട് ഞാനൊന്ന് വിരലിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഹോളി കൂടി ആളുടെ പേരറിയില്ലേ? അയാൾ അവിടെ നിന്ന് എന്തെന്നറിയോ, അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഈ വിരലിട്ട് നോക്കലും ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആ ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധി അവിടെ എങ്ങനെ വെച്ചിട്ട് ആ യൂറോപ്പിലൊന്നും വെച്ചിട്ട് അടങ്ങുന്നില്ല. പുള്ളി അവിടെ നിന്ന് നേരെ വണ്ടി കയറി കപ്പൽ കയറി നേരെ വന്നിറങ്ങിയത് എവിടെയാ? കേരളത്തിൽ കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയത്രേ. അതിൻ്റെ തുടർച്ചക്കാരാണ് നമ്മൾ. വിരലിട്ട് നോക്കിയേ വിശ്വസിക്കൂ. കേരളം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഭസ്മാസുരൻ പണ്ട് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഭസ്മാസുരൻ്റെ പരിപാടി എന്താ? വരം കൊടുത്തവൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഭസ്മീകരിക്കുന്ന പരിപാടി. അവസാനം അത് തന്നെ സ്വന്തം തലയ്ക്ക് ചൂണ്ടി ഭസ്മമായി പോയി എന്നാണ് കഥ. നമുക്കും അങ്ങനെ തന്നെയല്ലേ? കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധി തന്നിട്ടുണ്ട് മനുഷ്യൻ, അല്ലേ? നിറയെ ബുദ്ധി തന്നിട്ടില്ല നമുക്ക്. ആ ബുദ്ധി നമ്മൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടാനാണ് ഉപയോഗിക്കുക. ശരിയല്ല മോനെ? ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന കഥ അറിയോ? നമ്മളൊരു കൊമ്പേ കയറി ഇരിക്കുന്നു, എന്നിട്ട് ആ ഇരിക്കുന്ന കൊമ്പ് തന്നെ വെട്ടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ താഴെ പോവില്ലേ? ഈ പണി ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഈ ലോകത്ത് ഇതിലും അതീതമായിട്ട് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഭസ്മാസുരന്റെ ആ വരം ഉപയോഗിക്കാതെ പോവുക എന്നുള്ളതാണ്. ഇവിടെ ഒരു അമ്മ രാവിലെ പറഞ്ഞു, ധന്യ രാവിലെ പറഞ്ഞു, മോന്റെ ജീവിതമോ അല്ലെങ്കിൽ അമ്മത്തോ ഒക്കെ നഷ്ടമാകുന്നു തോന്നി ഇപ്പൊ ജോലി റിസൈൻ ചെയ്തു. അതിൽ ചെറിയൊരു അപകടമുണ്ട്. ചെറിയ അപകടമല്ല, ചെറിയൊരു ഒരു ദോഷം അതിനകത്തുള്ളതെന്ന് വെച്ചാൽ ആദ്യമേ ജോലിക്ക് പോയില്ല, ഇതിനെക്കുറിച്ച് ബോധമില്ലാണ്ട്. അവിടെ ഒരു പാളിച്ച പറ്റി, എന്നാലും തിരുത്താൻ പറ്റിയല്ലോ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നടതള്ളുമല്ലോ. നടതള്ളുന്ന പരിപാടിയല്ലേ നമുക്ക് സ്കൂളിലേക്ക് അയക്കുക എന്നുള്ളത്. നമ്മൾ പഠിപ്പിച്ചാൽ ശരിയാവില്ല, ആരോ പഠിപ്പിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നടതള്ളും, അല്ലേ? ആ നടതള്ളിലാണ് പ്രശ്നം. എൻ്റെ മക്കളെയൊക്കെ ഞാൻ എന്താ പറയുക, അവർ വീട്ടിലിരുത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാവുമല്ലോ. നമ്മൾ മക്കളെ സ്നേഹിക്കണം, പരിഗണിക്കണം, എല്ലാം നോക്കണം.
അവസാനം കുടുത്തം കെട്ട പിള്ളേരാവുന്ന സമയത്തുണ്ടല്ലോ, നമുക്കിട്ട് പണി തന്ന് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. ആ സമയത്ത് സ്കൂളിൽ വിടും. അങ്ങനെ സ്കൂളിൽ പോയതാണ്. എൻ്റെ മോളൊക്കെ ആകെ ഇപ്പോൾ +2 വരെ പഠിച്ചിട്ട് 5 കൊല്ലോ 6 കൊല്ലോ മറ്റാണ് സ്കൂളിൽ പോയത്. ഹോം സ്കൂളേഴ്സ് ആയിരുന്നു. ഹോം സ്കൂളേഴ്സ് നോ സ്കൂളേഴ്സ് ആയിരുന്നു. സ്കൂളിൽ പോക്കുക എന്നുള്ളൊരു നമ്മുടെ ഒരു വിഷയമല്ല. അതുകൊണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവളിപ്പോൾ +2 തോറ്റ കഥ പറഞ്ഞില്ലേ, പുള്ളിയുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബികളിലൊന്ന് ഇപ്പോൾ PG ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഇതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കണ പോലുള്ള പരിപാടികളൊക്കെയാണ് പുള്ളി ചെയ്യുക. സ്കൂളിൽ പോകാത്തതുകൊണ്ടുള്ളൊരു ഗുണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇപ്പം ഈ അമ്മയുടെ കാര്യം മോൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അമ്മയുടെ പരിപാടി, അമ്മയുടെ ഉത്തരവാദിത്വം എന്താ? കുഞ്ഞിനെ പ്രസവിക്കുക, കുഞ്ഞിനെ വളർത്തുക, കുഞ്ഞിനെ കുഞ്ഞാക്കി എടുക്കുക, കുഞ്ഞിനെ വ്യക്തിയാക്കി മാറ്റുക. അതാണ് അമ്മയ്ക്ക് പ്രകൃതി നൽകിയിട്ടുള്ള ധർമ്മം. ആ സമയത്ത് കുഞ്ഞിനെ സ്കൂളിലേക്ക് വെച്ചിട്ട് പണിക്ക് പോകുന്നത് ശരിയാണോ എന്ന ചിന്തയിൽ നിന്ന് മാറിയത് കൊണ്ട് ധന്യ നല്ലൊരു അമ്മയായി. ഒളിമ്പസിന്റെ നിയമപ്രകാരം, ഒളിമ്പസ് ഒരു ജീവിത ശൈലിയാണ്, ഒരു ജീവിത സംസ്കാരമാണ്. നവഗോത്ര സംസ്കാരം എന്നുള്ളൊരു സിസ്റ്റം തന്നെയുണ്ട് നമുക്ക്. ആ നവഗോത്ര സംസ്കാരം അനുസരിച്ച് കുഞ്ഞായി കഴിഞ്ഞാൽ 13 വയസ്സാകുന്നത് വരെ അമ്മയുടെ ഉത്തരവാദിത്വം കുഞ്ഞിനെ വളർത്തുക, കുടുംബത്തിലായിരിക്കുക എന്നുള്ളതാണ്. അതിന് തയ്യാറല്ലെങ്കിൽ ഒളിമ്പസിന്റെ അകത്തെ അംഗങ്ങൾ അമ്മയാകാൻ പോകരുത്. 13 വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞിന് പിന്നെ തനിയെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് വരും. നമുക്ക് അംഗീകരിക്കാം, അത് ആ വഴിക്ക് പൊക്കോട്ടെ. 13 വയസ്സിന് ശേഷം നമ്മുടെ കൂടെ നിൽക്കൂല ഈ സാധനം. വേണമെങ്കിൽ വൈകുന്നേരം വരും, പക്ഷെ രാവിലെ പോവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റുന്നവരാണ് അമ്മ. അംഗീകരിച്ചു, സന്തോഷം, ബഹുമാനിക്കുന്നു. ധന്യയുടെ കാര്യം പറഞ്ഞാൽ ബഹുമാനിക്കുന്നു കേട്ടോ, എൻ്റെ ഒന്നും കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തുമായിരുന്നല്ലോ, സന്തോഷം എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞു. നമുക്കിന്നിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മൾ ഈ വർഷം നമ്മൾ പ്രധാനമായിട്ടും കൊണ്ടു നടക്കുന്ന ഒരു വിഷയമാണ്. നമ്മെ സംരക്ഷിക്കുന്ന പ്രകൃതി എന്നുള്ളതാണ് വിഷയം. ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തവർക്കും മറ്റ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊരു വിഷയമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾക്കുള്ള പരിപാടിയല്ല, മുതിർന്നവർക്കും കൂടിയുള്ള പരിപാടി ആയതുകൊണ്ട് മുതിർന്നവർക്കും ഈ വിഷയം അറിയാനുള്ള ഒരു സാഹചര്യം നമ്മളിവിടെ ഒരുക്കുകയാണ്. അപ്പോൾ പരിസ്ഥിതി, ഇവിടെ മുമ്പേ അയാൾ പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തകയായ പൊന്നി എന്ന് പറഞ്ഞു. ഈ പരിസ്ഥിതി പ്രവർത്തകരുടെ പരിപാടി എന്താ? പരിസ്ഥിതിയെ, പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലേ. പല്ലിയെ കണ്ടോ? പല്ലി ഇവിടെ ഉണ്ടാവും. പല്ലി ഇങ്ങനെ നിൽക്കും. പല്ലിയെക്കുറിച്ചുള്ള, പല്ലി ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പല്ലിയെക്കുറിച്ച് ഉണ്ടാക്കിയ ഒരു കഥയിൽ പറയുന്നത് എന്താ വെച്ചാൽ, പല്ലിയുടെ ധാരണ പല്ലിയാണ് ഈ ചുമരി താങ്ങി നിർത്തുന്നതെന്ന്. പല്ലി എവിടെയാണ് നിൽക്കുന്നത്? ഈ ചുമരി തൂങ്ങിയിട്ടാണ്. പക്ഷെ പല്ലിയുടെ ധാരണ പല്ലിയാണ് അതിനെ താങ്ങുന്നതെന്ന്. ഇതുപോലെയല്ലേ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്? നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? അത് ഇംഗ്ലീഷിൽ പറയാമോ? നിങ്ങൾ ഭൂമി എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ ചോദിച്ച ചോദ്യം, നമ്മൾ എവിടെ ജീവിക്കുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ ഭൂമി എന്നല്ല പറഞ്ഞത്, ഭൂമിയിൽ എന്നാണ് പറഞ്ഞത്. അത് ഇംഗ്ലീഷിൽ പറയാമോ? ഇൻ ദി എർത്ത്. വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഭാഷ അറിയാത്തതിൻ്റെ കുഴപ്പമാണോ? ഓൺ ദി എർത്ത് ആണ്. അപ്പോൾ അമ്മയും മോളും ഇവിടെ തർക്കത്തിലായി. അപ്പോൾ ഇൻ ദി എർത്താണോ ഓൺ ദി എർത്താണോ? ഇന്നെന്ന് വെച്ചാൽ അറിയില്ലേ, അകത്ത് അല്ലേ. ഓൺ എന്ന് വെച്ചാൽ മോളിൽ, ഔട്ടല്ല. ഇന്നും ഓണും. ഓണെന്ന് വെച്ചാൽ മോളിൽ. നമ്മൾ ഭൂമിയുടെ അകത്താണോ മുകളിലാണോ ജീവിക്കുന്നത്? മോളിലാണ്. വിമാനത്തിൽ കയറിയിട്ടുണ്ടോ? ഉണ്ട്. വിമാനം ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടെയാണോ പോകുന്നത്, അതോ വായു കൂടെയോ? വായു കൂടെ. ഇവിടുത്തെ കുറേ മോളിൽ പോയില്ലേ? എന്നിട്ട് മരിച്ചോ? ഇല്ല, ജീവനോട് തിരിച്ചു വന്നില്ലേ? എന്ന് വെച്ചാൽ അവിടെ പോയി ജീവിക്കാൻ പറ്റുന്നല്ലേ? അവിടെ ഭൂമി ഉണ്ടെന്നല്ലേ അല്ലേ? ഇവിടുന്ന് ഏതാണ്ട് 10-30,000 കിലോമീറ്റർ പൊക്കം വരെ ഈ ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിൽ കട്ടിയുള്ളൊരു ഭാഗം
ഇവിടെ ഭൂമിയുടെ അടിയിലുണ്ട്, മനസ്സിലല്ലേ? കട്ടിയുള്ളൊരു ഭാഗം ഭൂമിയിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെയുണ്ട്, മണ്ണെന്നുള്ള രൂപത്തിലുണ്ട് കട്ടിയുള്ളൊരു ഭാഗം. അത് കഴിഞ്ഞ് 10-30,000 കിലോമീറ്റർ ഇവിടെ പോകുന്നു. നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ ഇവിടെയൊക്കെ വായു ഉണ്ട് അല്ലേ? ഒരുപാട് മണ്ഡലങ്ങളുണ്ട്, അറ്റ്മോസ്ഫിയർ, അയോണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഫിയേഴ്സ് ഇല്ലേ? ഇതൊക്കെ ഇങ്ങനെ മോളി കിടക്കുകയല്ലേ? അപ്പൊ ഇത്രയേറെ മുകളിലേക്ക് ഇങ്ങനെ പരന്ന് കിടക്കും, 10-30,000 കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ഒരു സംവിധാനത്തിന്റെ അകത്തിരുന്നിട്ടാണ് ഈ പല്ലി താങ്ങി നിർത്തുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇതിന്റെ മുകളിലായിരിക്കുന്നതെന്ന്. ആനപ്പാപ്പാന്റെ ആനയുടെ മുകളിലിരിക്കുന്നിട്ടില്ലേ, അയാൾ ആനയെ അങ്ങ് കൺട്രോൾ ചെയ്യും അല്ലേ? ആനയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ട് മാത്രമല്ല, പുള്ളി ജീവിച്ചു പൊക്കോട്ടെ എന്നൂടെ കരുതിയിട്ടാണ് ആന അതിന് അനുവദിക്കുന്നത്. ആനയ്ക്ക് ദേഷ്യം വരുമ്പോൾ കണ്ടിട്ടുണ്ടോ? അതിനൊക്കെ കുടഞ്ഞങ്ങ് താഴെയിട്ടിട്ട് 2 ചവിട്ടലും ഉരുട്ടലും ഉണ്ടാവും, അതോട് പിന്നെ ആള് തീരും. അത് തന്നെയല്ലേ നമ്മൾ ചൂരൽമലയിൽ സംഭവിച്ചത്? നിങ്ങൾ ഒരിടത്തിരിക്കുമ്പോൾ ഒരു കൊതുക് വന്ന് കടിച്ചു. അപ്പോൾ നമ്മൾ കാര്യമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്രദ്ധ അവിടെ ആയിരിക്കും. കൊതുക് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനെ ആക്കും, കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കും. നമ്മുടെ ശ്രദ്ധ അവിടെയാണ്. കൂടുതൽ വന്നു കഴിഞ്ഞാൽ ദേഷ്യം വന്ന് ഒരൊറ്റ അടി കൊടുക്കും. സത്യത്തിൽ ഈ ചൂരൽമലയിൽ സംഭവിച്ചത് ഇങ്ങനെ ആക്കിയില്ലേ, ഇളകിയിരിപ്പ്. ആ ഇളകിയിരിപ്പ് പരിപാടിയാണ്. നമ്മൾ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രകൃതി ഇത് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു 2-3 ഐഡിയകൾ തരാം, മനസ്സിൽ സൂക്ഷിക്കാനുള്ള 2-3 ചിത്രങ്ങൾ. നിങ്ങൾ ഭൂമിക്കകത്താണ് ജീവിക്കുന്നത് എന്നത് പറഞ്ഞ ആ ആശയം മനസ്സിലായില്ലേ? ഭൂമിക്കകത്താണ് ജീവിക്കുന്നതെന്ന്. 30,000 കിലോമീറ്റർ ഉള്ള ഈ ഒരു സംവിധാനത്തിൻ്റെ അകത്ത് ഭൂമിയുടെ മണ്ണിൻ്റെ ഉപരിതലത്തിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. അക്കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? വിയോജിപ്പുണ്ടോ? വിയോജിപ്പുണ്ടെങ്കിൽ പറയണം. സ്കൂളിൽ വിയോജിപ്പുണ്ടോ? വിയോജിപ്പുണ്ടെന്നാണ് പറഞ്ഞത്? അല്ല. പിന്നെ സ്കൂളിൽ അല്ല, എല്ലാവരും സ്കൂളിൽ പോയവരാണല്ലോ അല്ലേ? സ്കൂളിൽ പോയപ്പോൾ നിങ്ങൾ സൗരയൂഥത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഭൂമി സൗരയൂഥത്തിൻ്റെ ഭാഗമാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ വീട്ടിൽ ഈ ടീനേജേഴ്സ് ഉണ്ടാവുമല്ലോ. ടീനേജേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ വേറെ ചില ടീനേജേഴ്സിനെ കുറിച്ചാണ് പറയണത്. കേട്ടോ, നിങ്ങളെക്കുറിച്ചല്ല, വേറെ ചില ടീനേജേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ടീനേജേഴ്സിൻ്റെ ഒരു സ്വഭാവം അറിയില്ലേ? നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, രക്ഷിതാക്കൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ആണ് മനസ്സിലാവുക. പ്രത്യേകിച്ചും 2000-ന് ശേഷം ജനിച്ചവർക്കേ ലോകം എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്നൊരു ധാരണ പൊതുവേ ഇല്ലേ? ഞാൻ ഇതിൻ്റെ ഭാഗമല്ല എന്ന് പറയുകയും എന്നാൽ അതിനകത്ത് തന്നെ ജീവിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. പല സംഘടനകളിലും ആളുകളുണ്ട്, പല കുടുംബങ്ങളിലും അങ്ങനെയുണ്ട്. എന്തിന്? ഭാര്യയും ഭർത്താവും മാത്രമുള്ള കുടുംബം, കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത കുടുംബം. പക്ഷെ ഭാര്യയ്ക്ക് വേറെ, ഭർത്താവിന് വേറെ ആയിരിക്കും കാഴ്ചപ്പാടുകൾ. അവർക്ക് വെവ്വേറെ ജോലി, വെവ്വേറെ ബാങ്ക് അക്കൗണ്ട്, വെവ്വേറെ വാഹനങ്ങൾ, വെവ്വേറെ മൊബൈൽ, വെവ്വേറെ ബന്ധങ്ങൾ, എല്ലാം വെവ്വേറെ. പക്ഷെ അവരൊരുമിച്ച് ജീവിക്കും, എന്നിട്ട് ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് പറയും. ഞാൻ എൻ്റെ അമ്മയുടെ മകനായിരിക്കെ പോലും ഞാൻ എൻ്റെ അമ്മയുടെ അല്ല എന്ന് ഞാൻ കരുതും. ഏതുവരെയാണ് ഞാൻ കരുതുക എന്നറിയോ? എനിക്ക് മക്കളുണ്ടാവണവരെ ഞാൻ അങ്ങനെ കരുതും. ശരിയല്ലേ? നമുക്ക് സ്വന്തമായിട്ട് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പനോടുള്ള ബഹുമാനം എന്തായിരിക്കണം, അമ്മയോടുള്ള ബഹുമാനം എന്തായിരിക്കണം എന്നല്ലേ? അതുപോലെ നമുക്ക് നമ്മൾ എവിടെ നിന്ന് വന്നോ അതിൽ നിന്നും മാറി നിൽക്കാനുള്ള സ്വഭാവം നമുക്കുണ്ട്. മനുഷ്യന്മാർക്ക് പൊതുവേ ഉണ്ടത്. ഈ ഭസ്മാസുര ശാപം കിട്ടിയവരായതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് ഈ സ്വഭാവമുണ്ട്. അതിനെയാണ് അന്യവൽക്കരണം എന്ന് പറയും. അന്യവൽക്കരണം, അലിയനേഷൻ എന്ന് പറയും. അലിയനേഷൻ. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇവിടെ ഇരിക്കുന്നു, ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ? പക്ഷെ ഞാൻ ഇതിൻ്റെ ഒന്നും ഭാഗമല്ല എന്ന് കരുതി മാറിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരീരഭാഷ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ചിലതൊക്കെ. എൻ്റെ കുഴപ്പമാണെന്ന് വിചാരിക്കണ്ട, മനസ്സാവും, അത് അങ്ങനെ ആയിപ്പോയി. ഇതിനെ ആലിയനേഷൻ എന്നാ പറയുക. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ കാണുന്നതെല്ലാം അത് ശരിയല്ല, ഇത് ശരിയല്ല, മറ്റേത് ശരിയല്ല എന്ന് പറയുന്നതല്ലാതെ
അതിൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങൾ വിചാരിക്കാറുണ്ടോ? നമ്മൾ ഇവിടെ പറഞ്ഞ ഈ അന്യരല്ലാത്തവർ എന്ന് പറയുന്നില്ലേ, അന്യരല്ലാത്തവർക്കും വേണ്ടി എന്ന് പറയുന്നത്, ഈ അന്യരല്ലാത്തവർ എന്ന് പറയുന്നത് കാണുന്നതിന്റെ ബന്ധുവായി കരുതാൻ കഴിയുന്നവരെയാണ്. നമ്മൾ ആദ്യം പട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, പട്ടിയെ കാണുമ്പോൾ മോനെ എന്നൊന്ന് വിളിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായ പട്ടി ചേട്ടാ എന്ന് അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിച്ച് പുറകെ വരും. പട്ടിയെ കണ്ട ഉടനെ മോനെ എന്നൊന്ന് വിളിച്ചു നോക്കണം കേട്ടോ. എൻ്റെ മോളൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന ഒരു അമ്മപ്പട്ടിയുടെ അടി കയറി കിടന്നിട്ട് അതിൻ്റെ ഇതിനെത്ര പാലെന്ന് വെച്ചാൽ മുലയെ അവൾ പാലെന്നാ പറയുക, ഇതിന് എത്ര പാലാന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയി എത്തി നോക്കിയ ഫോട്ടോ ഉണ്ട് നമ്മുടെ സൈറ്റിൽ എവിടെയോ കിടക്കുന്നുണ്ട്. പട്ടി എന്നുള്ളത് പേടിക്കേണ്ട ഒരു ജീവിയല്ല എന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ട് പട്ടി വരുമ്പോൾ പട്ടിയെ കാണുന്നു, പട്ടിയുടെ മൂക്കി പിടിക്കുന്നു, വാലി പിടിക്കുന്നു, വായി കൊണ്ട് കൈയിടുന്നു. ഒരു പട്ടിയും കടിച്ചിട്ടില്ല. പക്ഷെ മലയാളിക്ക് പേടിയാണ് പട്ടിയല്ലേ, പട്ടിപ്പേടി എന്നൊരു സാധനം തന്നെയുണ്ട്. ശരി, അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ അന്യവൽക്കരണം എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ഞാനില്ലാത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാവില്ല. അന്യവൽക്കരണം എന്നുള്ളതിൽ നിന്നും അപ്പുറത്തേക്ക് എല്ലാം ബന്ധുവാണെന്ന് പറയുന്നവർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ. സൗരയൂഥത്തിൻ്റെ ഭാഗം ഞാൻ വേറൊരു ഉദാഹരണം പറയാം. കുടുംബത്തിൻ്റെ ഭാഗം, ആദ്യം പറഞ്ഞ ഉദാഹരണം കുടുംബത്തിൻ്റെ ഭാഗം. ഈ കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കുന്നവർ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കഷ്ടമാണ്. സൗരയൂഥത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ സൗരയൂഥത്തിൻ്റെ അകത്താണോ പുറത്താണോ എന്നൊരു കാര്യമുണ്ട്. ഭാഗമായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ സൈഡിൽ പോയി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഭാഗമാകൽ. അതാണോ? അല്ലല്ലോ, ഞാൻ അതിൻ്റെ അകത്തല്ലേ. ഞാൻ കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കുന്നു വെച്ചാൽ ഞാൻ കുടുംബത്തിൻ്റെ അകത്തോ പുറത്തോ? വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് വരുന്നു, വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് ചേർന്ന് നിൽക്കുന്നു, കുടുംബത്തിൻ്റെ ഭാഗമായി. അതാണോ കുടുംബത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത്? കുടുംബത്തിൻ്റെ അകത്ത് കയറണ്ടേ, എപ്പോഴല്ലേ കുടുംബത്തിൻ്റെ ഭാഗമാവുള്ളൂ. സൗരയൂഥത്തിൻ്റെ ഭാഗം ആയിട്ടാണ് നമ്മൾ പഠിച്ചത്, സൗരയൂഥത്തിൻ്റെ അകത്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഭൂമിയുടെ ഭാഗമാണെന്ന് പഠിച്ചു, ഭൂമിയുടെ അകത്താണെന്ന് പഠിച്ചില്ല. പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തെറ്റിപ്പോയി. പ്രപഞ്ചത്തിൻ്റെ അകത്താണ് ഈ ഗാലക്സികൾ മുഴുവൻ നിലനിൽക്കുന്നത്. തർക്കമുണ്ടോ? പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണോ എന്ന് മനസ്സിലാക്കാം, സമ്മതിച്ചു. പ്രപഞ്ചത്തിൻ്റെ അകത്താണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ അകത്ത് എന്ന് പറയുമ്പോൾ അതിനെ ഒരു കൂടായിട്ട് കണക്കാക്കുക. കൂട് എന്നറിയില്ലേ? പക്ഷിക്കൂട്. നമ്മൾ ഈ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൂടുകൾ അല്ലേ, കൂട്. അപ്പോൾ ഒരു വലിയ കൂടാണ് പ്രപഞ്ചം എന്ന് കരുതുക. അതിനകത്തുള്ള ഒരുപാട് കൂടുകളുണ്ട്. അതിനാണ് ഗാലക്സികളൊക്കെ. ഗാലക്സി എന്ന് വെച്ചാൽ നക്ഷത്ര സമൂഹം. കേട്ടിട്ടുണ്ടോ? അത് ഗാലക്സി കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഗാലക്സികൾക്കകത്ത് ഉള്ള വേറെ കൂടുകളുണ്ട്. ഓരോ ഗാലക്സിക്കകത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രം ഓരോ കൂടുകളാണ്. അതുപോലൊരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ, സൂര്യൻ എന്നൊരു സാധനമല്ല, ഒരു സംവിധാനത്തിൻ്റെ അകത്താണ് ഭൂമി എന്നൊരു സംവിധാനം നിൽക്കുന്നത്. സൂര്യൻ എന്നുള്ള ഒറ്റ എൻറ്റിറ്റി അല്ല, സൗരയൂഥം എന്ന് പറയുന്ന വ്യവസ്ഥയുടെ അകത്താണ് ഭൂമി നിൽക്കുന്നത്. സൗരയൂഥം എന്ന് പറയുന്ന കൂടിൻ്റെ അകത്താണ് ഭൂമി. ഭൂമി എന്ന കൂടിൻ്റെ അകത്താണ് ജീവരാശി, ജീവനുള്ള എല്ലാ സാധനങ്ങളും ഉള്ളത്. അതിൻ്റെ അകത്താണ് മനുഷ്യനെന്ന ജീവി, നിങ്ങൾ ഓരോരുത്തരും. അതിൻ്റെ അകത്താണ് നിങ്ങളുടെ അവയവങ്ങളുള്ളത്. നിങ്ങളുടെ കാല് നിങ്ങളുടെ ശരീരത്തിനകത്തോ പുറത്തോ? നേരത്തെ ചോദിച്ച പോലെ കാലകത്തോ പുറത്തോ? ശരീരത്തിൻ്റെ ഭാഗമാണ്. അതെ. ഈ ശരീരത്തിൻ്റെ പരിധി തീരുമാനിക്കുന്നത് എന്താ? നമ്മുടെ ശരീരത്തിൻ്റെ പരിധി തീരുമാനിക്കുന്നത് സ്കിന്നല്ലേ? അതിനപ്പുറം വേറെയല്ലേ? ഈ കാലും കയ്യും ഒക്കെ ശരീരത്തിൻ്റെ പുറത്തോ അകത്തോ? സ്കിന്നിന് പുറത്തോ അകത്തോ? മനസ്സിലാക്കാനുള്ള ബിംബങ്ങൾ ഇട്ട് തരികയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തലയ്ക്ക് കയറാൻ വേണ്ടിയുള്ള ചില ബിംബങ്ങൾ ഇട്ട് തരികയാണ്. ചിന്തയുടെ ഒരു പാറ്റേൺ മാറിയാൽ നമുക്ക് പുതിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കയ്യും കാലും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്താണ്. ശരിയാണോ? തോലിൻ്റെ അകത്തല്ലേ നമ്മളുള്ളത്? ഈ തോലിൻ്റെ അകത്തല്ലേ? അല്ലേ? നമ്മൾ ഈ തോലിൻ്റെ അകത്തുള്ളത് അല്ലേ? ഈ കൈ നമ്മുടെ തോലിൻ്റെ വെളിയിലാണോ? അല്ല, നമ്മുടെ അകത്താണ് അല്ലേ?
ഹൃദയം എവിടെ ഇരിക്കുന്നത്? നിർബന്ധമായിട്ടും അകത്താണ് അല്ലേ? ഹൃദയത്തിനകത്ത് പേശികളുണ്ടല്ലോ. പേശികൾ ഹൃദയത്തിൻ്റെയും അകത്താണ് ഇരിക്കുന്നത്. പേശികൾക്കകത്താണ് അതിൻ്റെ കോശങ്ങളുള്ളത്, കലകളുള്ളത്. കലകൾക്കകത്താണ് കോശങ്ങളുള്ളത്. അപ്പോൾ പ്രപഞ്ചം മുതൽ ഇങ്ങനെ കൂടിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിട്ട് ആ ഏറ്റവും ചെറിയത് വരെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ വിരൽ എൻ്റെ അകത്തോ പുറത്തോ? അകത്ത്, ശരിയല്ലേ? അകത്തെന്ന് പറയുമ്പോൾ ഈ വിരൽ ഞാൻ തന്നെയാണോ? ആണോ? ഇതോ? ഈ വിരൽ ഞാനാണോ? ഈ വിരൽ ഞാനാണ്, സമ്മതിച്ചില്ലേ? ഈ വിരൽ ഞാനാണോ? ശരി, ഞാൻ മാറിയിട്ടോ. ഇനി ഈ വിരലിനെ നോക്കിയിട്ട് ഞാനേ എന്ന് വിളിക്കുമോ? വിളിക്കില്ലല്ലോ. ഈ വിരലിനെ നോക്കിയിട്ട് ഞാനേ എന്ന് വിളിക്കില്ല, നീ എന്നേ പറയൂ. നമുക്കറിയാം ഇത് രണ്ടും ഞാനാണെന്ന്. വലിയ ശരീരത്തിലെത്തുമ്പോൾ ഇതൊന്നാണ്. ചെറിയ ശരീരത്തിലേക്ക് ആയിരിക്കുമ്പോൾ അത് ഒറ്റയ്ക്കാണ്. ഞാൻ ഇത് വേറൊരു ഞാൻ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നീ എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് തോന്നുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നില്ല, എനിക്ക് മടുത്തു ജീവിതം. എന്നാ പിന്നെ പൊട്ടാസ്യം സൈൻ എടുത്ത് നിന്നേക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊട്ടാസ്യം സൈൻ എടുത്തിട്ട് മേലെ ഒരു കുത്തി. എന്തുണ്ടാവും? ഇയാൾ ഫ്രീ ആയിട്ടിരിക്കോ? ഇയാളും പോവില്ലേ? നിങ്ങൾ ഒരുപാട് ബുദ്ധി ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചില ബിംബങ്ങൾ ഇട്ടാലാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് മരിച്ചാൽ ഇതും മരിക്കും. നമ്മൾ നേരത്തെ ഇവിടെ പ്രാക്ടീസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം, ആ നമ്മൾക്കിടയിലുള്ള ചരടുകളെല്ലാം വലിഞ്ഞു നിന്നപ്പോൾ അതെല്ലാം ഒരു ശരിയായ പ്ലാറ്റ്ഫോമിൽ നിന്നു. ആ കയറുകൾ ലൂസായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ജീവന്റെ കെട്ടുറപ്പ് മോശമാകുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയല്ല, കുറച്ചുകൂടി വിശദമായി കളിക്കേണ്ടതുണ്ട്. ഈ മുതിർന്നവരും പിന്നെ മസിൽ പിടിച്ച് നിൽക്കുന്ന ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കളി അല്പം ലിഖവായി പോയത്. നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ വരുന്ന സമയത്തേ നമ്മുടെ കുട്ടിത്തം എടുത്ത് വെളി വെക്കാതെ മസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. അല്ല അഭിലാഷേ? മസിലില്ല പാവത്തിന്. അപ്പോൾ നമുക്ക് ജീവിതത്തെ ഏറ്റവും സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് പോകുന്നത് ആ ചരടുകളെല്ലാം അന്യോന്യം വലിഞ്ഞു നിൽക്കുമ്പോഴാണ്. അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് പരസ്പരം കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പാകത്തിലാണ് ഈ കൂടുകൾക്കകത്ത് കൂടുകളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ കൂടാണ്, അതിനകത്ത് കുറെ കൂടുകളുണ്ട്. അങ്ങനെ അതിനകത്തുള്ള ഒന്നാണ് ഞാൻ. അപ്പോൾ പ്രപഞ്ചം എന്നുള്ളത് ഒറ്റ ശരീരമാണ്. ഏതുപോലെ എൻ്റെ ശരീരത്തിലെ കൈയും കാലും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുപോലെ എൻ്റെ ഹൃദയവും എൻ്റെ കരളും എൻ്റെ കിഡ്നിയും ഒക്കെ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുപോലെ നാം ആകുന്ന ഓരോ അവയവങ്ങളാണ് ഭൂമിയുടെ. നാം ഒക്കെ ഭൂമിയുടെ ഓരോ അവയവങ്ങളാണ്, അല്ലെങ്കിൽ കലകളാണ്. എൻ്റെ ഈ കാലും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു പരസ്പര വിനിമയമുള്ളത് കൊണ്ടാണ് നടക്കാൻ പറ്റുന്നത്. ഇയാൾ മുമ്പോട്ട് പോകുമ്പോൾ ഇയാൾ പുറകോട്ട് പോകുന്നു. അങ്ങനെ ഒരു പരസ്പരം ഒരു ബന്ധമുണ്ട് അതിനകത്ത്. അതിൻ്റെ ഇടയിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഇവർ തമ്മിൽ പിണങ്ങി. നീ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ലെന്ന് ഈ കാലിനോട് പറയുന്നു. ഈ കാലിനെ നോക്കിയിട്ട് നീയുമായി ഇന്നത്തോടെ ബന്ധം തീർന്നു, നമ്മൾ തമ്മിൽ ഇപ്പം ഡിവോഴ്സ് ആവുകയാണ്, ഇനി നിങ്ങളുടെ കൂടെയുള്ള ജീവിതമേ ഇല്ല. അങ്ങനെയൊക്കെ വീട്ടിൽ പറയാറില്ലേ? അല്ലേ? കല്യാണം കഴിച്ചാണോ? അല്ല, വരും. അല്ല, കല്യാണം കഴിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു അടി. വീട്ടിലപ്പനമ്മയുണ്ടല്ലോ, അവർ പറയണത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇത് എല്ലായിടത്തും ഒരു സാർവലൗകികമായൊരു പ്രതിഭാസമാണ് ഇവർ തമ്മിലുള്ള ഈ അടിവെക്കൽ. അപ്പോൾ ഒരുമിച്ച് ഒന്നിൻ്റെ ഭാഗമായിരിക്കുന്ന രണ്ടു പേർ രണ്ടാണെന്ന് സങ്കല്പിക്കുന്ന ഒരവസ്ഥ വരുന്ന സമയത്ത് കുടുംബം മുൻപോട്ട് പോവുമോ? വീട്ടിൽ കുടുംബം മുൻപോട്ട് പോകുമല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ട് അടിയുടെ മൂർധന്യാവസ്ഥയിൽ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ചക്കര ഈച്ചയാവും.
പിന്നെ പാട്ടും പാടി, എന്താണ് പണ്ടത്തെ പി ഡി രാജപ്പൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, അന്യോന്യം പൊട്ടിച്ചിരിച്ച് ശിങ്കാരി വാലും വീശി തമ്മിൽ തമ്മിൽ കഥ പറഞ്ഞ് മന്ദം മന്ദം മുൻപോട്ട് നീങ്ങി. ഈ മറ്റേ തുരപ്പൻ ചേട്ടനും ഏലിയാമ്മയും കൂടെ, തുരപ്പൻ ചേട്ടൻ അറിയില്ല, തുരപ്പൻ ചേട്ടനും എലി അമ്മയും കൂടെ പൂരം കാണാൻ പോകുന്നൊരു കഥ പി ഡി രാജപ്പൻ്റെ ഒരു പാട്ടിലുണ്ട്. അതുപോലെയുള്ള രസമായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ. ഭയങ്കര അന്യോന്യതയായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും, പ്രണയമായിരിക്കും. ഒറ്റ ആഴ്ച വേണ്ട, 2 ദിവസം, അത് കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാവും. എന്നാൽ അത് അങ്ങനെയാണ് തുടരുക, അല്ല വീണ്ടും തിരിച്ചു വരും. ഇതിങ്ങനെ മാറിയും മറിഞ്ഞു അങ്ങനെയല്ലേ? വീട്ടിലങ്ങനെയൊക്കെ തന്നെയല്ലേ? കിരണിനോടല്ലേ ഞാൻ മോളോടാ ചോദിച്ചത്, അങ്ങനല്ലേ? അടിയില്ലേ? എല്ലായിടത്തും ഉണ്ട് ഇത്. അപ്പോൾ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കുക, പഠിച്ചു വെച്ചോ, ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ പരസ്പരം തമ്മിൽ തല്ലി നിൽക്കുന്നൊരവസ്ഥ ഈ കാലിലും ഉണ്ടെന്നിരിക്കട്ടെ, മുമ്പോട്ട് പോവില്ലല്ലോ. പരസ്പരം കോർഡിനേറ്റഡ് ആകുമ്പോഴല്ലേ പോവുക. കോർഡിനേഷൻ എങ്ങനെയാ സംഭവിക്കുക? ഈ കാല് പുറകോട്ട് പോകുമ്പോൾ ഈ കാല് മുൻപോട്ട് പോകണം. അപ്പോ സമത്വവാദം നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ജനാധിപത്യം, എല്ലാവരും തുല്യരാണ്, ഈ കാലും ആ കാലും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. പിന്നെ ഇങ്ങനെ പോകേണ്ടി വരും, നടക്കാൻ പറ്റൂല, ചാടേണ്ടി വരും. ശരിയല്ലേ? അങ്ങനെയുണ്ട് ചില കുടുംബങ്ങളിൽ, ഭാര്യയും ഭർത്താവും സമം ആണെന്ന് പറയും. ജന്മത്ത് സമീകരിക്കാൻ പറ്റാത്ത 2 സാധനങ്ങൾ നമ്മൾ സമീകരിക്കാൻ നോക്കുന്നു. ഒരിക്കലും സമമല്ല. ലോകത്തിൽ മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ വിഡ്ഢിസങ്കല്പങ്ങൾ കുറേ ഉണ്ട്. അതിലൊരു സങ്കല്പമാണ് സമത്വ സങ്കല്പം, ജനാധിപത്യ സങ്കല്പം. സംഭവിക്കില്ല, കാരണം സമമാകില്ല. പ്രകൃതി നിയമപ്രകാരം സമം എന്നുള്ളൊരവസ്ഥയില്ല. സമമിതി ഉണ്ട്, സമമിതി, സിമെട്രി എന്ന് പറയും. സിമെട്രി എന്ന് വെച്ചാൽ എന്താ? ഒരുപോലെ ഗണിക്കപ്പെടുക. എൻ്റെ ഈ കാലും ഒരുപോലെ ഗണിക്കപ്പെടുക. പുരുഷനും സ്ത്രീയും ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഒരുപോലെ കണക്കാക്കപ്പെടുക. എനിക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും എൻ്റെ മക്കളാണെന്ന് കരുതുന്ന ഒരവസ്ഥ. എൻ്റെ 5 വിരലുകൾ ഉണ്ടെങ്കിൽ 5 വിരലുകളും എൻ്റെ വിരലുകളാണെന്ന് കരുതുന്ന അവസ്ഥ. ഇതാണ് സമീകരണം എന്ന് പറയുന്നത്, അല്ല സമമിതി എന്ന് പറയുന്നത്. സമീകരണം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യം എന്നുള്ള പരിപാടിയും സാധ്യമല്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും വിയോജിപ്പിക്കുന്നുണ്ടെങ്കിലൊക്കെ പറയണുണ്ടോ? സാധ്യമാകുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരണം. പറയുകയാണെങ്കിൽ നിങ്ങൾ ഫണ്ടമെന്റൽ ലോസ് മുഴുവൻ പറയണം, എന്നിട്ട് വേണം പറയാൻ. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ 2 ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന 2 ഘടകങ്ങൾ അന്യതയിലാണെങ്കിൽ, അന്യവൽക്കരണത്തിലാണെങ്കിൽ ഒരുമിച്ച് മുൻപോട്ട് പോകില്ല. കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലെങ്കിൽ മുൻപോട്ട് പോലെ. ഒരുമിച്ച് വെച്ച സമമല്ല കേട്ടോ പറഞ്ഞത്. ഭർത്താവ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ വെളിയിലേക്ക് പോകുന്നു, പണം ഉണ്ടാക്കാൻ വെളിയിൽ പോണ സമയത്ത് വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഭാര്യ. ഇപ്പോ സ്ത്രീ സമത്വം തെറ്റിപ്പോയില്ലേ? ആലോചിക്കട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ചെകുത്താൻ വളരാനുള്ള എല്ലാ സാധനവും ഞാൻ ഇട്ടുതരാം. എന്നിട്ട് നിങ്ങൾ എന്നോട് കലഹിക്കാൻ പറയണം, എന്നാലും നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഇത് ഒറ്റ ശരീരമായിട്ട്, ഈ 2 കാലുകളും ചേർന്ന് ഒറ്റ ശരീരമായിട്ട് ഞാൻ എൻ്റെ ശരീരത്തെ കണക്കാക്കുന്നത് പോലെ ആണ് ഈ സമൂഹം. എൻ്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് എങ്ങനെയാണോ അതുപോലെ. ഒരു ഗ്രാമം എന്ന് പറയുന്നത്, ഗ്രാമത്തിലെ ആളുകളെല്ലാം ഒരു കുടുംബത്തിൻ്റെ ഭാഗങ്ങളാണ്. ആ ഗ്രാമം പോലെ തന്നെ മറ്റ് ഗ്രാമങ്ങളുണ്ട്. മറ്റ് ഗ്രാമങ്ങളെല്ലാം തന്നെ ഒരു നാടിൻ്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം ചേർന്നാലേ മുൻപോട്ട് പോവുള്ളൂ. ഇത് ആരെങ്കിലും തമ്മിൽ കലഹത്തിലാണെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല. ഏതുപോലെയാ, ഭാര്യയും ഭർത്താവും അടിവെച്ച് കഴിഞ്ഞാൽ വീട് അവിടെ നിൽക്കും, മക്കളൊക്കെ ഓരോ മൂലയ്ക്ക് പോയിട്ടിരിക്കും, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ. ശരിയല്ലേ? വീട്ടിലടി വയ്ക്കുമ്പോൾ അങ്ങനല്ലേ? ശരിയല്ലേ? ഭാര്യയും ഭർത്താവും കൂടെ അടിവെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവർ പെട്ടെന്ന് സ്റ്റക്കാവും, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാവും. അപ്പോൾ ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ സമീകരിച്ച് പോകുന്നതിന് പകരം, കലഹിച്ച് പോകുന്നതിന് പകരം പരസ്പര പൂരകങ്ങളായിട്ട് ഒന്നിൻ്റെ കുറവിനെ മറ്റൊന്ന് നികത്തുന്ന രീതിയിൽ പരസ്പരം കൈകോർത്ത് പോയാലേ മുമ്പോട്ട് പോവുള്ളൂ. ആ മുൻപോട്ട് പോക്കിന് സാധ്യമാകണമെങ്കിൽ കൂടുകൾക്കകത്ത് കൂടുകളായിട്ട് നമ്മൾ ഒറ്റ ശരീരമായി നിൽക്കുന്നതാണെന്നും അതിലെ ഓരോ പ്രദേശങ്ങളാണ് ഞാനിത്. എൻ്റെ വലത് കൈക്ക് മനസ്സിലാണ് ഞാൻ വലതാണ് ഇരിക്കുന്നത്, ഇടത് കൈ ഇതുപോലെ ഇടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. എൻ്റെ കാലുകൾക്ക് മനസ്സിലാവണം എൻ്റെ ഓരോ കാലിനും ഓരോ സ്ഥാനമുണ്ടെന്നും അതിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ.
അപ്പോൾ പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു വലിയ കൂടിനകത്താണ് ജീവിക്കുന്നത്. ആ കൂടിനകത്തായിരിക്കുന്നതിൽ ഏതോ ഒരു കൂടിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളിരിക്കുന്നത്. നമ്മളൊരു കൂടാണ്, എന്നെപ്പോലെ വേറെയും കൂടുകളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒറ്റ ശരീരമാണ് ഈ പ്രകൃതി എന്ന് പറയുന്ന സംവിധാനം. ഞാൻ മാത്രമാണ് ഇവിടെ ശരി എന്ന് വിചാരിച്ചാൽ അവിടെ മുതൽ, അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇണയുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനുമായിട്ടുള്ള ആ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഞാൻ പിണങ്ങി എന്ന് പറയുന്നതോടുകൂടി കാര്യങ്ങൾ അവിടെ സ്റ്റക്കാവും. വണ്ടി ബ്രേക്ക് ഇട്ട് ചവിട്ടിയ പോലെ അവിടെ നിൽക്കും, പിന്നെ ജീവിതം മുമ്പോട്ട് പോവില്ല. കലഹത്തിലായിരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളാണ്. പകരം അന്യതയില്ലാതെ എല്ലാം ബന്ധുക്കളാണെന്ന് കരുതി എല്ലാത്തിനും പട്ടിയോട് മോനെ എന്ന് വിളിക്കുന്ന ലാഘവത്തോടു കൂടി മുമ്പിൽ കാണുന്ന ചെടിയോടും കൊടിയോടും വരെ എൻ്റെ മോനെ എന്ന് വിളിക്കാൻ പറ്റുന്ന ആ മനസ്സിലേക്ക് വന്നാൽ നമുക്ക് കാര്യങ്ങൾ ശരിയാവും. ഓക്കെ. ഈ കൂടിനകത്ത് എന്ന് പറയുന്ന കഥ പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കൂടുണ്ട്. ആ കൂടിൻ്റെ പേര് ഗർഭപാത്രം എന്നാണ്. അതല്ലാതെ വല്ലയിടത്തും വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. എല്ലാവരും ഗർഭപാത്രത്തിൻ്റെ അകത്തുനിന്നും പുറത്തേക്ക് വന്നവരാണ്, ശരിയല്ലേ? ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് 54 വർഷമായി. രസകരമായിട്ടുള്ള കാര്യം എന്താ അറിയോ? അമ്മ അപ്പുറത്തെ മുറിയിൽ, ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ തന്നെയാണ് താമസം. അപ്പുറത്തെ മുറിയിൽ അമ്മ രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പുറത്തെ കട്ടിലിൽ ഞാൻ ഉറങ്ങൂല. എനിക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ, നേരത്തെ അമ്മ വേറെ ആയിരുന്നു, അച്ഛൻ മരിക്കുന്നവരെ അമ്മയും അച്ഛനൊക്കെ വേറൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ അനിയനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പകലാരും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് തോന്നിയിട്ട് ഞാൻ അമ്മയെടുത്ത് പോയി ചോദിക്കും, എന്തായിരുന്നു പ്രശ്നം ഇന്നലെ ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു, ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല, അമ്മ അവിടെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് എനിക്ക് വിടുന്ന മനസ്സിലാവും. ഞാനീ പറഞ്ഞത് എൻ്റെ കഥ. ഇത് നിങ്ങളിൽ മകളായി പിറന്നിട്ടുള്ള മിക്കവാറും പേർക്കും മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. അമ്മമാർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞ് അടുത്തുണ്ടാകേണ്ട കാര്യമില്ല. കുഞ്ഞ് കുറച്ച് ദൂരെ ആയിരിക്കും, ചെറുതായിരിക്കുന്ന സമയത്ത്, കുഞ്ഞ് കുറച്ച് ദൂരെ ആയിരിക്കുന്ന സമയത്ത്, കുഞ്ഞിനെ നേരിട്ട് കാണാത്ത സമയത്ത് കുഞ്ഞിന് വിശന്ന അമ്മയ്ക്ക് പാല് ചുരക്കും, ശരിയല്ലേ? അറിയാമല്ലോ, അപ്പനായിരിക്കുന്നതുകൊണ്ട് അറിയാമായിരിക്കുമല്ലോ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ആണായാലും പെണ്ണായാലും അമ്മയ്ക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മയുടെ അകത്തേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വീണ്ടും നമ്മൾ മാനസികമായ ആത്മീയമായ മാതൃഗർഭത്തിലാണ് ജീവിക്കുന്നത്. ആ അമ്മയെ വരെ പെറ്റിട്ട ഒരു മഹാഗർഭപാത്രത്തിനകത്താണ് നമ്മൾ സ്ഥിരമായിട്ട് ജീവിക്കുന്നത്. ആ ഗർഭപാത്രത്തിൻ്റെ പേരെന്താ പറഞ്ഞേ? ഭൂമി, പ്രകൃതി. പ്രകൃതി മൊത്തത്തിൽ പറയുന്ന പേരാണ്. നമ്മൾ ഇവിടെ ഉള്ളതിന് പറയുകയാണെങ്കിൽ ഭൂമി. ഭൂമി എന്ന ഒരു വലിയ ഗർഭപാത്രത്തിൻ്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് ഈ ഗർഭപാത്രത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളാണെന്ന് പേരും. അമ്മ നമ്മളെ ഒക്കത്ത് ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ നടക്കില്ലേ? കുഞ്ഞിനെ ഇങ്ങനെ വെച്ചിട്ട് അല്ലേ? കുഞ്ഞിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാലാണത്, അല്ലേ? താഴെ ഇറങ്ങുന്നത് വരെയുള്ള സമയം കുഞ്ഞമ്മയുടെ ഒക്കത്തിരുന്ന് സഞ്ചരിക്കുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള, അല്ല, കുഞ്ഞിന് ഏറ്റവും സുഖകരമായിട്ടുള്ള അവസ്ഥ, സെക്യൂർ ആയിരിക്കും. അതും ഇതുപോലുള്ള ചില വികൃതികളും കുസൃതികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്തെ അമ്മ കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ ഒരു വാതിലിൽ നിന്ന് അടുത്ത വാതിലേക്ക് പോകുമ്പോൾ കുഞ്ഞ് കയറി പിടിച്ചിട്ടുണ്ടാകും കർട്ടനിൽ. കർട്ടൻ്റെ കമ്പി കൂടെ വരും. ടിവിയുടെ അടുത്ത് പോയിട്ട് ടിവിയുടെ വയറ് കൂടെ വരും, അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതുപോലുള്ള കുറുമ്പന്മാരാവുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതല്ല, വേറെ ചില സാധനങ്ങളുണ്ട്. ഇതാ ഇരിക്കുന്ന ആളെയൊക്കെ പോലെ ആപ്പിട്ടങ്ങി ഇരിക്കൂല. കുസൃതി കാണിച്ചിട്ട് ഞെളിപിരി കൊള്ളും ചിലപ്പോൾ. അവിടുന്ന് നമുക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവും, ചിലപ്പോൾ താഴെ പോവും. ഈ താഴെ പോകുന്ന സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചാണെങ്കിൽ ഓക്കെ. ഒരു നഗരത്തിൽ വെച്ചാണെങ്കിലോ കുഞ്ഞ് അമ്മയുടെ കയ്യിലിരിക്കണം, അല്ലെ അപ്പൻ്റെ കയ്യിലിരിക്കണം. അതിനു പകരം കുസൃതി കാണിച്ചിട്ട് കയ്യിൽ നിന്ന് ഊർന്നു പോയാൽ അപ്പനും അമ്മയ്ക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ?
വരാമല്ലോ. എപ്പോഴും അമ്മയ്ക്ക് സംരക്ഷിക്കാൻ പറ്റണമെന്നുണ്ടോ? ഇരിക്കുന്നിടത്ത് ഒതുങ്ങിയിരിക്കാൻ പഠിക്കണം കുട്ടി കേട്ടോ. ഒതുങ്ങിയിരിക്കണം. ആ കുട്ടിയല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഒതുങ്ങിയിരിക്കാൻ പഠിക്കണം. അമ്മയുടെ ഒക്കത്ത്, അമ്മയ്ക്കകത്ത് ഇരിക്കുമ്പോൾ ഒതുങ്ങിയിരുന്നാൽ മതി. അമ്മയെ നന്നാക്കാൻ നടക്കണ്ട, അമ്മയെ സംരക്ഷിക്കാൻ നടക്കണ്ട. ഒതുങ്ങിയിരുന്നാൽ മതി, താഴെ പോവില്ല. ആ ഒതുങ്ങിയിരുത്തമാണ് നമ്മൾ പഠിക്കേണ്ടത്. അടങ്ങിയിരിക്ക് മോനെ എന്ന അമ്മ പറയുക. അതെ, നീ ഇപ്പോൾ ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ഉമ്മാക്കിക്ക് പിടിച്ചു കൊടുക്കുന്നു പറയും അല്ലേ? ഉമ്മാക്കി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. അമ്മ പറഞ്ഞു ഉമ്മാക്കിന്ന്, പിന്നെ നമ്മൾ ഉമ്മാക്കിയുടെ പുറകെ പോകണം, അല്ലെങ്കിൽ ഉമ്മാക്കിയെ വിശ്വസിക്കണം. അത് മതി. അമ്മ പറഞ്ഞ കാര്യങ്ങളെ കേട്ടാ മതി. അമ്മ പറയുന്ന കാര്യങ്ങളെയാണ് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മതി, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് നിയമം എന്ന് പറയുന്നത്. നിയമം ഇങ്ങനെ തന്നെയാണ് അന്ന് അമ്മ സ്ഥാപിച്ച കാര്യങ്ങളാണ് നിയതി. നിയതി അങ്ങനെ തന്നെ ആയിരിക്കുന്ന കാര്യങ്ങളാണ് നിയതി. അതങ്ങനെയാണ്. എൻ്റെ ഭാര്യ ഭയങ്കര തൊന്തരമാണ്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവൂല. പൊന്നി ഒളിമ്പയുടെ കാര്യമാണ് പറയണത്. പല കാര്യങ്ങളും മനസ്സിലാവൂല. ഈ മനസ്സിലാവാത്തതിൻ്റെ കാര്യം എന്തെന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്ന പോലെയല്ല പുള്ളി കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. എൻ്റെ ചിന്ത നേരെയാണ് പോവുക, അവളുടെ ചിന്ത വട്ടത്തിലാണ് പോവുക. നിങ്ങൾ ഈ സ്ത്രീ പുരുഷൻ എന്നുള്ളതിനെ മെഡിക്കലി പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനൊരു വട്ടം വരച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പെണ്ണ്, ഇങ്ങനൊരു വട്ടം വരച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടാൽ ആണ്, അല്ലേ? ഇത് എൻ്റെയും പുന്നിയുടെയും കഥയല്ല, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവം എങ്ങനെയാണ്. പുരുഷൻ, പൗരുഷം എന്ന് പറയുന്നത് രേഖീയമായിട്ട് നേരെ പോകുന്നതാണ്. സ്ത്രൈണത എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് ഇങ്ങനെ വട്ടത്തേക്ക് ഇറങ്ങുന്നതാണ്. അതിനാണ് സുസ്ഥിരത എന്ന് പറയുക. നമ്മൾ എവിടെ നിൽക്കുന്നോ ആ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് സുസ്ഥിരത എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതേ നിലനിൽക്കൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ട് പൊന്നി ഞാൻ പറയുന്നതിന് മുഴുവൻ അംഗീകരിച്ചാണ്ടല്ലോ എൻ്റെ കുടുംബം നിൽക്കില്ല, കുടുംബം ശിഥിലമായി പോകും. അതുകൊണ്ട് അവിടെ ഒരു ബ്രേക്ക് പിടുത്തം ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും ബ്രേക്ക് പിടുത്തങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ പറഞ്ഞു വന്ന് ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതിൽ കാര്യത്രയാണ്. ഒന്ന്, നമ്മൾ കൂടുതൽ അമ്മ പറഞ്ഞത് കേട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അതിലേക്ക് പോകാതിരിക്കാനാണ് ഞാൻ തിരിച്ചു വന്നത്. കയറി അങ്ങ് കയറിപ്പോഴും അമ്മ പറഞ്ഞത് കേട്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, കൂടിനകത്ത് കൂടുകളായി നിൽക്കുന്നൊരവസ്ഥയിൽ ഒരു കൂടിൻ്റെ ഒക്കത്ത് കയറിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അമ്മ എന്ന കൂടിൻ്റെ ഒക്കത്ത് കയറിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഒക്കത്ത് വെച്ചാൽ അറിയില്ല, ഇവിടെ ഇരിക്കുക, ഒക്കത്ത് കയറിയിരിക്കുന്നു. പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ ഒക്കത്ത് കയറിയിരിക്കുന്നു. അമ്മ പറയുന്നത് കേട്ടിട്ട് അവിടെ അടങ്ങി ഒതുങ്ങി കഴിയാണ്. നിയത്തി, അമ്മ പറയുന്നതാണ് നിയമം. അമ്മ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നിയത്തി എന്ന് പറയുന്നത്. അതിനെ അംഗീകരിച്ച് നമ്മൾ അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ സേഫായിട്ടിരിക്കാൻ പറ്റും. അത് തെറ്റിച്ചാൽ നമ്മൾ താഴെ പോവും. താഴെ പോയാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രകൃതി പറയുന്ന കാര്യങ്ങളെ അറിയുക, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, അമ്മ നോക്കിക്കോളൂ. അത് മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ കൈ മുറിഞ്ഞാലേ, നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ വര വീണ് കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയാൽ 7 ദിവസം കൊണ്ട് മാറും. ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിലോ ഒരാഴ്ച എടുക്കും. ഇതാണല്ലോ കണക്കല്ലേ. നമ്മുടെ വിചാരം ഡോക്ടറാണ് അസുഖം മാറ്റുന്നതെന്ന്. ഏതെങ്കിലും ഡോക്ടർക്ക് അസുഖം മാറ്റാൻ പറ്റുമോ? ഡോക്ടറെ പറ്റുമോ? ഇയാൾക്ക് ആരുടെയെങ്കിലും അസുഖം മാറ്റാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ലോകത്ത് ഒരു ഡോക്ടർക്കും ഒരു അസുഖവും മാറ്റാൻ പറ്റില്ല. അസുഖം മാറ്റുന്നത് ആ രോഗം വന്ന ശരീരത്തിലെ രോഗം വരുത്തിയ ജീവൻ എന്നുള്ള സംവിധാനത്തിനാണ്. ജീവൻ എന്ന് വെച്ചാൽ എന്താ?
സ്ഥിരം പങ്കെടുക്കുന്നവർ മിണ്ടരുത്. എന്താ ജീവൻ എന്ന് വെച്ചാ? മോളെന്താ ജീവൻ എന്ന് വെച്ചാ? മോള് പറയില്ലേ ഇപ്പൊ? പോട്ടെ, ധ്രുവി പറയും, പറയില്ലേ എന്താ ജീവൻ എന്ന് വെച്ചാ? ഷോറിനറിയില്ല, പഴയ ആളുകൾക്കൊന്നും അറിയില്ല, നമ്മൾ ചെറുപ്പക്കാർക്കാണ് അറിയാം. മോള് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, അച്ഛനെ നോക്കണ്ടെന്ന്. മോൻ പറ. നമ്മുടെ ദേഹത്തെ നിലനിർത്തുന്നത് അല്ലേ? നമ്മുടെ ദേഹത്തെ നിലനിർത്തുന്നത്. ഇനി വേറെന്തെങ്കിലും ഉത്തരവുണ്ടോ? പൊന്നമ്പിളിക്ക് പറയാൻ പറ്റുമോ എന്താ ജീവൻ എന്ന് വെച്ചാ? പൊന്നമ്പിളിക്ക് അറിയും അക്കാര്യം എന്താന്ന്. മോനോ? അറിയില്ല. നമ്മുടെ ശരീരത്തിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ മുറിവിനെ തിരുത്തുന്നത് ആരാണ്? മുറിവിനെ ഉണക്കുന്നത് ആരാണ്? ജീവൻ. എന്ത് കേടുപാടുണ്ടെങ്കിലും കേടിനെ മാറ്റുന്ന സംവിധാനമാണ് ജീവൻ. നമ്മളിവിടെ നേരത്തെ കയറുകൾ ചേർത്ത് പിടിച്ചപ്പോൾ ആ കയറിന്റെ മുകളിലേക്ക് നമ്മളെല്ലാവരും വലിച്ചു പിടിക്കുന്ന സമയത്ത് ആ കയറിന്റെ മുകളിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുമായിരുന്നു അല്ലേ? കാരണം നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. അതിൽ പിടിച്ച് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ അമരും, വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇത് പഴയപടിയാവും. വീണ്ടും അമർത്തിയാൽ താഴത്തേക്ക് പോകും, വീണ്ടും വിട്ട് കഴിഞ്ഞാൽ പഴയപടിയാവും. ഈ പഴയപടിയാകുന്നതിനാണ് റെസിലിയൻസ് എന്ന് പറയുക. റെസിലിയൻസ് എന്ന് വെച്ചാൽ പുനഃസ്ഥാപനം, പഴയ രീതിയിലേക്ക് ആക്കുക. നിങ്ങൾ വീട്ടിലെ മുറ്റമടിക്കുന്നു, ദിവസവും മുറ്റമടിക്കുന്നു. ഒരാഴ്ച നിങ്ങളൊരു യാത്ര പോയി, തിരിച്ചു വരുമ്പോൾ മുറ്റമടിക്കാതെ കിടന്നിടത്ത് എന്താ ഉണ്ടാവുമെന്നറിയോ? കുറച്ച് പുല്ല് മുളച്ചിട്ടുണ്ടാവും, കുറേ ചപ്പും കരിയിലേക്ക് വീണിട്ടുണ്ടാവും. അവിടെ കുറെ ജീവികളൊക്കെ വന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പഴയപടിയാവും. തോലിന്റെ മുകളിൽ പോറൽ വീണ് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് പഴയപടിയാവും. നിങ്ങൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾ പഴയപടിയാവും. നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പഴയപടിയാവും. ചെയ്തുകൊണ്ടിരുന്നാൽ അത് പഴയപടിയാവില്ല. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ അമ്മയ്ക്ക് കഴിയും. അമ്മ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ സ്നേഹത്തിന്, ജീവന് അത് കഴിയും. നിങ്ങൾക്കൊരു കേടുണ്ടെങ്കിൽ അത് തിരുത്താൻ അമ്മയ്ക്ക് കഴിയും. ഒറ്റ കാര്യം വേണ്ടു, അമ്മയെ പിണക്കരുത്. അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മയുടെ തന്തയ്ക്കും തലവഴിക്കും വിളിച്ച് തെറിയും വിളിച്ചിട്ട് അമ്മയെ വെറുപ്പിച്ചിട്ട് പോകരുത്. അമ്മയുടെ സ്നേഹത്തോടെ നിൽക്കുക, അമ്മയുടെ ബഹുമാനത്തോടെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതെന്തോ, നിങ്ങൾ പറയുന്നതെന്തോ, നിങ്ങൾക്ക് വേണ്ടുന്നതെന്തോ എല്ലാം ശരിയാക്കി തരും അമ്മ. അമ്മ എന്ന് പറയുന്ന പ്രകൃതി. ഞാനിങ്ങനെയൊക്കെയാ സംസാരിക്കുക കേട്ടോ. ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറയാൻ വന്ന കാര്യം ഇതാണ്. നമ്മളെ പ്രകൃതിയാണ് സംരക്ഷിക്കുന്നത്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. മരം നടണം എന്ന് പറയുന്ന ആളുകളില്ലേ? കേരളത്തിലിപ്പോൾ മരം നടുന്ന ക്യാമ്പയിൻ നല്ലപോലെയാണല്ലോ. എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി സ്കൂളിൽ ഒരേ സ്ഥലത്ത് മരം നടും അല്ലേ? എല്ലാ വർഷവും നമ്മൾ ഒരേ സ്ഥലത്ത് മരം നടും. സത്യത്തിൽ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് കേരളത്തിൽ നട്ട മരങ്ങളൊക്കെ മുളച്ച് കാടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. അത്രയും വലിയ കൊടുങ്കാടായിട്ടുണ്ടാവും. മരം നടേണ്ടത് മണ്ണിലല്ല, മനുഷ്യന്റെ മനസ്സിലാണ്. നിങ്ങളുടെ മനസ്സിൽ മരമുണ്ടോ? ഇവിടെ കാടുണ്ടോ? മനസ്സിലതില്ലാതെ മണ്ണിൽ നട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് മരം നടാൻ പോകരുത് കേട്ടോ, മരം നടാൻ പോകരുത്. പകരം നിങ്ങൾക്ക് ഒരിടത്ത് മരം വേണമെന്ന് തോന്നിയാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ ഭാഗത്ത് വേറൊന്നും കയറി ഇടപെടരുത്. അതിനൊന്ന് കൃത്യമായിട്ടൊരു വേലി കെട്ടി വയ്ക്കുക. അവിടേക്ക് ഒരു കുഞ്ഞിനെ പോലും കടത്താതിരിക്കുക. 5 വർഷം 5 വർഷം അവിടെ കാടായിട്ടുണ്ടാവും. വിക്ടോറിയ എന്ന് പറഞ്ഞ നെല്ലിയാമ്പതിയിൽ ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ പണ്ട് അവിടെ സ്ഥിരം ക്യാമ്പുകൾ നടത്തിയിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇടയ്ക്ക് അങ്ങോട്ടേക്കുള്ള പ്രവേശനം, പൊതുവായിട്ടുള്ള ആളുകൾക്കുള്ള പ്രവേശനം ഞങ്ങളിടയ്ക്ക് പോകും. പക്ഷെ ബാക്കിയുള്ള പ്രവേശനമൊക്കെ നിർത്തി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ കുറേ കേരളമെമ്പാടും ക്യാമ്പുകളൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിക്ടോറിയക്ക് പെർമിഷൻ വാങ്ങിച്ച് പോകുന്ന സമയത്ത് ടാർ റോഡില്ലേ, ടാർ റോഡ്, കാറും കൊണ്ട് പോകുന്ന ടാർ റോഡിൽ മുഴുവൻ കൊടുങ്കാട്. ടാർ റോഡിൻ്റെ ഉള്ളിൽ കൂടെ മരം വളർന്ന് നിൽക്കുക മുഴുവൻ, ഈ അറ്റം മുതൽ ആ അറ്റം വരെ മരം വളർന്ന് നിൽക്കുക.
ഒരു 7 വർഷം മറ്റോ ആ വഴിക്ക് ആള് പോകാത്തതും കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പറയാട്ടോ. ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ പ്രകൃതിയാകുന്ന മഹാസംവിധാനത്തിൻ്റെ, പ്രപഞ്ചമാകുന്ന ആ വലിയ സംവിധാനത്തിൻ്റെ ഒരു ഗർഭപാത്രത്തിനകത്താണ് ജീവിക്കുന്നത്. നിങ്ങളവിടെ സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് തോന്നണം. മുമ്പേ പറഞ്ഞ പോലെ സന്തോഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞേ, സന്തോഷമായിട്ടിരിക്കുന്നു. ആ സന്തോഷത്തിലായിരിക്കുക. അമ്മ പറയുന്നത് കേൾക്കുക, പ്രകൃതി പറയുന്ന നിയമങ്ങൾ അനുസരിക്കുക, അങ്ങോട്ട് കയറി പഠിപ്പിക്കാതിരിക്കുക, പ്രകൃതിയെ നന്നാക്കാനൊന്നും ചെയ്യാതിരിക്കുക. ബുദ്ധിമുട്ടിക്കുന്ന കാര്യം, അങ്ങനെ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പാട്ട് പാടാൻ തോന്നി, കഥ പറയാൻ തോന്നി, അതിനിടയിൽ 2 കുത്തു കൊടുക്കാൻ തോന്നി, ഒരു സൂചി കിട്ടി അമ്മയുടെ മേലിട്ട് 4 കുത്തു കുത്താൻ തോന്നിയാൽ ചിലപ്പോൾ അമ്മ അയ്യോ എന്ന് പറഞ്ഞ് കൈവിടും, നമ്മൾ താഴെ കിടക്കും. ആ പടിക്ക് നിൽക്കരുത്. ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ദ്രോഹിക്കാതിരിക്കുക. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കേടുപാടുണ്ടെങ്കിലും അത് തിരുത്തി തരാൻ പ്രകൃതിക്ക് കഴിയും, ഭൂമിക്ക് കഴിയും, ജീവന് കഴിയും. മനസ്സിലായല്ലേ? അപ്പൊ അതിനോട് വേണ്ടത്, അമ്മയോട് വേണ്ടത് എന്താണെന്നറിയോ? സ്നേഹമാണ്, ആദരവാണ്. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അഹങ്കാരത്തോടെ പറയാതിരിക്കുക. ഭൂമിയെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. ഭൂമിയെ നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുമോ? സംരക്ഷിക്കാൻ പറ്റുമോ? താങ്ങാൻ പറ്റുമോ? ഒന്നും പറ്റൂല. സ്നേഹിക്കുക, ആദരിക്കുക, അതിനകത്ത് ഒതുങ്ങിയിരിക്കുക. അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും, ഭൂമി നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. നമുക്ക് എന്തു വേണമെങ്കിലും അത് കൊണ്ടുതരും, എന്ത് വേണമെങ്കിലും കൊണ്ടുതരും. ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? സുഖമായിട്ട് ജീവിക്കണില്ലേ? ഞാനും അതെ. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ജീവിതത്തിൽ ഇതുവരെ ജോലിക്ക് പോകാത്ത ഒരാളാണ്. കാരണം എന്താണെന്നറിയോ? എനിക്ക് വേറെ പണിയുണ്ടായിരുന്നു. എനിക്ക് വേറെ പണി എന്ന് വെച്ചാൽ ജോലിയുടെ പണിയല്ല, എൻ്റെ പണി ഉണ്ടായിരുന്നു, എൻ്റെ ധർമ്മങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ധർമ്മം നിർവഹിക്കാൻ ഞാൻ പോകുന്ന സമയത്ത് വേറെ വല്ലവൻ്റെയും പണി ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടാവുമോ? എൻ്റെ ധർമ്മം ഞാൻ ചെയ്യാൻ പോകുമ്പോൾ, അതിൽ ഞാൻ ശ്രദ്ധാലുവായിരിക്കുമ്പോൾ, മറ്റൊരാളുടെ പക്കൽ ജോലി ചെയ്യാൻ പോകുന്ന സംവിധാനത്തിന് അതിന് പുറകെ പോകാൻ പറ്റുമോ? ചിലപ്പോൾ എനിക്ക് കാറും ബംഗ്ലാവും വാങ്ങിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. എനിക്ക് എൻ്റെ ധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റും. ഞാൻ കേരളത്തിൻ്റെ അകത്തോ പുറത്തോ, എനിക്ക് എൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയും നേപ്പാളുമാണ്. ഇതിൽ ഞാൻ എവിടെ പോയാലും അവിടെ എന്നെ കാണാനായിട്ട് ഒരു 10 പേരെങ്കിലും വന്ന് കൂടും. എൻ്റെ താമസം, ഭക്ഷണം, അല്ലെങ്കിൽ എൻ്റെ യാത്ര തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. എന്തുകൊണ്ടാ? ഞാൻ അവരുടെ ഒരു ബന്ധുവായതുകൊണ്ട്. ബന്ധുവായിരുന്നാൽ മതി. മനുഷ്യരോടും. നേപ്പാളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള പല തെരുവുകളിലുള്ള പട്ടികൾ മുഴുവൻ എൻ്റെ ബന്ധുക്കളാണ്. അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ വന്ന് മണപ്പിക്കും, നക്കും, വാലിട്ടാട്ടും. ഈ ഹൈറ്റ് ഉണ്ടാവുന്ന പട്ടികളാണ് കേട്ടോ. ഏത് ജീവിയാണെങ്കിലും നമ്മളോട് ആഭിമുഖ്യം കാണിക്കും, നമ്മളോട് വളരെയധികം ഇൻറ്റിമസി കാണിക്കും. അതിന് ബന്ധുത്വം ഉണ്ടായാൽ മതി, നമ്മൾ എവിടെ പോയാലും സേഫ് ആയിരിക്കും. അതേസമയം നമുക്ക് അതിനുള്ള സമയമുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജോലിക്ക് പോകാനായിട്ട് നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ജോലി ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? കൊച്ചുകുട്ടികളുള്ളതുകൊണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്നില്ല. ജോലി ചെയ്യുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയാണ്? വേറെ ആർക്കോ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കർഷകരാണെന്ന്. അദ്ദേഹം അങ്ങേക്കുള്ള ഭക്ഷണം അങ്ങ് തന്നെയാണോ ഉണ്ടാക്കുന്നത്? ആണ്. അതാണ് കർഷകൻ. അന്യനെ പോറ്റാനായിട്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കുകയും അവനവൻ്റെ കാര്യത്തിന് കടയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നവനെ കർഷകൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാനതുകൊണ്ട് ആദ്യം ആ ചോദ്യം ചോദിച്ചത്. അങ്ങയുടെ ഭക്ഷണം ഉണ്ടാക്കുന്നു എങ്കിൽ അദ്ദേഹമാണ് ജീവിക്കുന്നത്. എൻ്റെ ഒരു അമ്മായി ഉണ്ടായിരുന്നു, മരിച്ചുപോയ അമ്മായി. ഗ്രാമീണരാണ്. അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരേ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ലൈബ്രറി ഇല്ല.
ലൈബ്രറി ഇല്ലാത്തൊരു വീടാണോ? എൻ്റെ ചോദ്യമാണ്, അവരോടുള്ള ചോദ്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? ഒരു ലൈബ്രറി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു? ഈ നാട്ടിൻപുറത്ത് എങ്ങനെ ജീവിക്കുന്നു? എൻ്റെ ഭയങ്കര ആശങ്കയായിരുന്നു. ഇപ്പോൾ സൗമ്യ പറഞ്ഞ, അഭിലാഷ് പറഞ്ഞ, പൊന്നി പറഞ്ഞ, ദർശൻ പറഞ്ഞ മണിയേട്ടനില്ലേ, ഞങ്ങളുടെ ഗുരു മണിയേട്ടനെ ഞാൻ കാണുന്നത് 16ാമത്തെ വയസ്സിലാണ്. ചെന്നപ്പോൾ വായനയുടെ 2.5 വയസ്സിൽ ഞാൻ വായന തുടങ്ങിയത്. വായനയുടെ തിരുപൂരം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഒരുപാട് നോളജ്, എന്നെപ്പോലൊരു ജ്ഞാനിയെ ഒരു പക്ഷേ ലോകത്തുണ്ടാവില്ല. അതുപോലെയുള്ള അറിവും കൊണ്ടാണ് ഞാൻ പോകുന്നത്. പുള്ളി എന്നെ പിടിച്ച് 4 കൊടയിൽ, എൻ്റെ അറിവൊക്കെ ആ വഴി വഴിയും പോയി, എൻ്റെ ജ്ഞാനമൊക്കെ ആ വഴി പോയി. നീ പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള സാധനം സെക്കൻഡ് ഹാൻഡ് നോളജ്, അതാണ് പുള്ളി ഉപയോഗിച്ച വാക്ക്, സെക്കൻഡ് ഹാൻഡ് നോളജ്. നീ ഉണ്ടാക്കിയ അറിവാണോ? നിന്റെ അറിവാണോ? അല്ലല്ലോ. വല്ലവനും തന്ന അറിവും വെച്ചിട്ട് നീ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പറയണ്ട. നിനക്കറിയണം, നീ നിന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിലെ ആ അറിവൊക്കെ ഉണരുന്നതിന് മുമ്പുള്ള കാലമാണ് കേട്ടോ ഈ പറഞ്ഞത്. അവിടെ പോകുന്ന സമയത്ത്, അമ്മായിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ലൈബ്രറി ഇല്ല. ആകെ ഒരു മംഗളം മനോരമ വീക്കിലികൾ ഉണ്ടാവും, ഒരു മനോരമ പത്രവും ഉണ്ടാവും. എങ്ങനെയാണ് ഇവരൊക്കെ അവിടെ ജീവിക്കുന്നത് എന്നുള്ള ആലോചിക്കട്ടെ. പക്ഷെ ഉച്ചയ്ക്ക് ചോറ് ഗംഭീരാണ്, സാമ്പാർ അതിഗംഭീരം, കൊണ്ടാട്ടം കിട്ടും. എൻ്റെ അമ്മയെ സഹിക്കാൻ പറ്റില്ല. ഉപ്പേരി, എന്നോടൊന്നും തോന്നരുത്, ഞാൻ ഉണ്ണാനായ സമയത്ത് ഇതൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഏട്ടൻ സവാരി വണ്ടി എടുക്കും. സവാരി വണ്ടി എടുത്തിട്ട്, സവാരി വണ്ടി വെച്ചാറില്ലേ, കാളയെ കിട്ടുന്ന യാത്രാവാഹനമാണ്. അതും കൊണ്ട് കടയ്ക്ക് പോകും. അവിടെ നിന്ന് 5-6 കിലോമീറ്റർ പോകണം കടയ്ക്ക് പോകാൻ. പുള്ളി അവിടെ പോയിട്ട് വയ്ക്കും പരുത്തിക്കൊട്ട, പിണ്ണാക്ക്, ചായപ്പൊടി, പഞ്ചസാര, ഉപ്പ്, മണ്ണെണ്ണ. ഈ ഇത്ര സാധനമേ വാങ്ങിക്കൂ, തിരിച്ചു വീട്ടിൽ വരും. അപ്പോൾ പരിപ്പ് വാങ്ങിക്കണ്ടേ? അത് വീട്ടിലുണ്ടല്ലോ. അരി, അതല്ലേ അവിടെ ഉണ്ടാക്കുന്നത്. ഉഴുന്നോ, അതപ്പുറത്തെ കണ്ടത്ത് കണ്ടില്ലേ. മുളക്, അതിവിടെ ഉണ്ടല്ലോ. മുഴുവൻ സാധനങ്ങളും അവരുണ്ടാക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ കടലയും മറ്റേ തേങ്ങയും തരും. നല്ല രസമാണ് കഴിക്കാൻ. ആ രുചി ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വായന നിന്ന് 16ാമത്തെ വയസ്സിൽ ഗുരുവിനെ കണ്ടു. 17-18 വയസ്സോട് വായന നിന്നുട്ടോ. പിന്നെ ഞാൻ വായിക്കാനായിട്ട് പുറകെ പോയിട്ടില്ല. എഴുതുന്നത് പോലും പൊന്നി വായിക്കും, ഞാൻ വായിക്കില്ല. അപ്പോൾ വായനയ്ക്ക് നിന്ന് ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കി, ഞാനൊരു അധ്യാപകനായിട്ടോ അധ്യാപകൻ്റെ മകനായിട്ടോ ജീവിക്കുകയല്ല വേണ്ടത്. ഞാൻ ഒരു സ്വാശ്രയത്വമുള്ള കർഷകനായി ജീവിക്കുകയാണ് വേണ്ടതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മായി ജീവിച്ച ജീവിതം എന്തായിരുന്നു, സ്വാശ്രയത്വത്തിലായിരിക്കുന്നൊരവസ്ഥ. ആ സ്വാശ്രയത്വത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ താഴെ പോവില്ല. പ്രകൃതിയുമായിട്ട് ഇണങ്ങി, പ്രകൃതിയിൽ നിന്നും വേണ്ടതെടുത്ത്, പ്രകൃതിയിൽ നിന്നും പ്രകൃതിക്ക് കൊടുത്ത്, പ്രകൃതിയോട് ചേർന്ന്. അതിനുവേണ്ടി നമ്മളൊരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കാൻ പാടൊരു കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ ഒരുമിച്ച് ജീവിക്കാൻ വന്നുകൂടിയ ആളുകളൊക്കെയാണ് ഈ മറ്റേ ഇക്ബാൽ, രതീഷ്, ദർശൻ, ഇവിടെ കുറച്ച് പേരെ കണ്ടില്ലേ. ഇവരൊക്കെ വെറുതെ സംഘടനാ പ്രവർത്തനം നടത്താനായിട്ട് ബാഡ്ജിങ് കുത്തി വന്നവരല്ല, കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചവരാ. അങ്ങനെ കൂടെ ജീവിക്കാനുള്ള ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത്. ഈ അമ്മയൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള കാര്യം ഇതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഭൂമിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, പ്രകൃതിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. നമ്മൾ കയറി പ്രകൃതിയെ സംരക്ഷിക്കാൻ നിൽക്കണ്ട, പകരം വഴങ്ങണം, പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വഴങ്ങണം, അറിഞ്ഞ് അതിനനുസരിച്ച് പോകണം. അതിനുപയോഗിക്കേണ്ട ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയല്ല, ഹൃദയമാണ്. ചുറ്റുപാടുമുള്ള സർവ്വതിനോടും ഹൃദയം കൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ബന്ധത്തിലാവുക, എല്ലാത്തിനോടും ചേർന്നിരിക്കുക, എല്ലാത്തിൻ്റേതുമായി ആയിത്തീരുക. കഴിയുന്നത്രയും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പകരം സ്വാശ്രയത്വത്തിലാവുക. ഇദ്ദേഹത്തെ പോലെ സ്വാശ്രയത്വത്തിലാവുക. അവനവന് വേണ്ടുന്ന ഭക്ഷണം അവനവനുണ്ടാക്കി ജീവിക്കുക. ഞങ്ങളെ കൊണ്ട് അത് വിജയിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടുന്ന അരി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പച്ചക്കറി ഒന്നും ഞങ്ങൾക്ക് അതുപോലെ വേണ്ടുന്ന വിധത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില കർഷകർ കൊണ്ടുതരുന്ന സാധനങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മുടെ ക്യാമ്പുകൾക്കെല്ലാം തന്നെ നമ്മുടെ സ്വന്തം സാധനങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് പറ്റുന്നില്ല. ഉടനെ തന്നെ വീണ്ടും നമ്മളത് പുനഃസ്ഥാപിക്കും. നിങ്ങൾക്കും എത്രത്തോളം നിങ്ങളുടെ ഭക്ഷണത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും, അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ്
എനിക്ക് പറയാനുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഭൂമി എന്ന കാര്യത്തിൽ നമ്മളെയാണ് ഭൂമി സംരക്ഷിക്കുന്നത്, നമ്മളെയാണ് പ്രകൃതി സംരക്ഷിക്കുന്നത്. നമ്മൾ അതിൻ്റെ കാര്യത്തിൽ വഴങ്ങി നിൽക്കുക മാത്രം ചെയ്താൽ മതി. സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക, എല്ലാവരുമായിട്ട് ചേർന്ന് പോകാൻ ശ്രമിക്കുക, എല്ലാ പട്ടികളോടും ഹൃദയബന്ധം സൂക്ഷിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് മനസ്സിലായി എന്നുള്ളതെന്ന് എനിക്കറിയില്ല. വല്ലതും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത സെഷനിലേക്ക് പോവാം. ഇനി ഇരിക്കുന്ന സെഷനല്ല, നിൽക്കുന്ന, ചാടുന്ന, ഓടുന്ന സെഷനൊക്കെയാണ്. പറയൂ, എന്തെങ്കിലും ചോദിക്കാറുണ്ടോ?